LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ ചെയ്യത്തില്ല. ചില സമയത്ത് ഓസിലേഷൻ ചെയ്യും, ചില സമയത്ത് ഓസിലേഷൻ ചെയ്യത്തില്ല. ചില സമയത്ത് തട്ടുമ്പോൾ ഓസിലേഷൻ വരും, ചില സമയത്ത് തട്ടിയാലും ഓസിലേഷൻ വരത്തില്ല. പവർ LED മാത്രം ഇങ്ങനെ കത്തി നിൽക്കും. ബോർഡ് ഇവിടെ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ബോർഡിൽ നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ ബോർഡ് ഇനി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ട് സംഭവം ഓൺ ചെയ്ത് നോക്കണം ഇനി. അപ്പോൾ ഇവിടെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പവർ സപ്ലൈയും മെയിൻ ICയും വെർട്ടിക്കൽ സെക്ഷനും ഹൊറിസോണ്ടൽ സെക്ഷനും ബേസ് ബോർഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ TV ഇതാ ഓൺ ചെയ്യുമ്പോഴത്തേക്കും സംഭവം ഓസിലേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതാ കംപ്ലൈൻ്റ് ഉണ്ട്, കണ്ടില്ലേ, ലൈൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബോർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഇതാ നോക്കുമ്പോൾ സംഭവം കണ്ടില്ല, ഇതാ വെർട്ടിക്കൽ ICയാണ്. വെർട്ടിക്കൽ IC ഇതാ സംഭവം കത്തിയൊക്കെ ഇരിക്കുകയാണ്. വെർട്ടിക്കൽ IC മാറണം. അതിൻ്റെ നമ്പർ TDA 4863 AJ ആണ് ഈ വെർട്ടിക്കൽ ICയുടെ നമ്പർ. അപ്പോൾ ഇനി അടുത്ത് ബോർഡിൽ -14 +14 എന്നുള്ള 2 വോൾട്ടേജ് ഉണ്ട്. അത് നേരെ ഒരു റെസിസ്റ്റർ വഴി ഡയോഡ് വഴി കയറിയാണ് വെർട്ടിക്കൽ ICയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ -14 +14 റെസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്യുമ്പോൾ +14 റെസിസ്റ്റർ ഓക്കെയാണ്, ഗുഡ് കണ്ടീഷനാണ്. പക്ഷേ ഈ -14 റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾട്ടായിട്ടാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. +14 നല്ല റെസിസ്റ്റർ, പക്ഷേ -14 ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഫോൾട്ടായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ICയോടൊപ്പം തന്നെ ഈ റെസിസ്റ്ററും കൂടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ IC ഇളക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററും ഇളക്കിയിട്ടുണ്ട്. അതാ കാണിച്ചു തരാം. എന്താ ആണല്ലേ, സംഭവം കത്തിക്കരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. TDA 4863 AJ ആണ് ഈ വെർട്ടിക്കൽ ICയുടെ നമ്പർ. അതോടൊപ്പം തന്നെ റെസിസ്റ്ററും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വേറെ മാറ്റിയിടണം. അപ്പോൾ അതാ വെർട്ടിക്കൽ IC ഇടുന്നുണ്ട്, പഴയതാണ്, വേറൊരു ബോഡി നൂരിയതാണ്. അപ്പോൾ റെസിസ്റ്ററും അതേപോലെ തന്നെ പഴയതാണ്, വേറെ ബോഡി നൂരിയതാണ്. അപ്പോൾ രണ്ടും ഇതാ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇതാ -14 ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതാ നല്ലതെന്നാണ് കാണിക്കുന്നത്. +14 ചെക്ക് ചെയ്യുമ്പോൾ നല്ല റെസിസ്റ്റർ എന്നാണ് കാണിക്കുന്നത്, വേറെ ഫോൾട്ടില്ല. പഴയ റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് TV ഓൺ ചെയ്തിട്ടുണ്ട്. അതാ കറക്റ്റായിട്ട് ഗ്രെയിൻസും ബ്ലൂ ബാക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, കംപ്ലൈൻറ്റ്സ് എല്ലാം മാറി. അപ്പോൾ ഈ വെർട്ടിക്കൽ ICയും റെസിസ്റ്ററും കംപ്ലൈൻ്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ ഡ്രൈ സോൾഡറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.